ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചൂളം പുഴുങ്ങിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊരുവിധം എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 ചോളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരെണ്ണം ഇപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന കൂടി തോലൊക്കെ കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൂടിയെടുക്കാം. ഈ നാരൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു പാനിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ചോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളിത് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ചോളം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതിയാവും വെള്ളത്തിലിട്ട്. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പും മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നല്ല ചൂടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ എങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു നാരങ്ങ ഉപയോഗിച്ച് നമുക്കിതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു പകുതി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങ മസാലയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തേക്കുമ്പോൾ പിഴിയാൻ മറക്കരുത്, എങ്കിലേ നാരങ്ങയുടെ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരുള്ളൂ. ഞാനിപ്പോൾ ഒരെണ്ണത്തിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്നതിൽ കൂടി നമ്മൾ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ചോളം പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. നല്ല മഴയൊക്കെയുള്ള സമയത്ത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.